ഹായ് വെൽക്കം ബാക്ക്. ഈ ഫ്രൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് ബർബഡോസ് ചെറി അല്ലെങ്കിൽ വെസ്റ്റ് ഇന്ത്യൻ ചെറി എന്ന് പറയുന്ന ഒരു ചെറിയാണ്. എൻ്റെ വീട്ടിൽ ഇതിൻ്റെ ഷ്രബുണ്ട്. ഇത് ശരിക്കും ഒരു ചെറിയ മരം പോലെ വളരുന്നതാണ് കേട്ടോ. ഷ്രബായിട്ട് നമുക്ക് വളർത്താം. ഞാൻ ഗ്രോ ബാഗിലാണ് വളർത്തിയേക്കുന്നത്. കാണിച്ചു തരാമേ. ഇതാ പിടിച്ച് നിൽക്കുന്നുണ്ടോ? നല്ല റെഡ് കളറിലുള്ള ഫ്രൂട്ട്സാണ്. കാണാൻ നല്ല രസമാണ്. ഓറഞ്ചിനേക്കാൾ 100 ഇരട്ടി വൈറ്റമിൻ സി ഉള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഇത്. ഇത് സമ്മറിലാണ് ഇങ്ങനെ കൂടുതൽ കായ്ക്കുന്നത്. ഏപ്രിൽ മുതൽ പൂവൊക്കെ വന്ന് തുടങ്ങും. ഇതാ ഇപ്പോൾ ആദ്യത്തെ ഫ്രൂട്ടാണ് ഈ കാണുന്നത്. ഈ സീസണിലെ ആദ്യത്തെ ഫ്രൂട്ട്. ഇതൊരു 2 വർഷം ആയ ചെടിയാണ് കേട്ടോ. കണ്ടോ, ഗ്രോ ബാഗിലാണ് നിൽക്കുന്നത്. ഞാൻ വർഷത്തിലൊരിക്കൽ ഇതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കും. പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡായി മുകളിലേക്കൊക്കെ നിറയെ ബ്രാഞ്ചസ് വന്ന് അതിലെല്ലാം കായ്ക്കും കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റും ഇതിനെ. ഇത് നമ്മൾ താഴെ വെക്കുകയാണെങ്കിൽ അത്യാവശ്യം ഹൈറ്റിൽ പോകും കേട്ടോ. ഒരു 10 അടി വരെയൊക്കെ ഹൈറ്റിൽ നിൽക്കുന്ന ചെടികൾ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് കായ്ക്കാൻ വേണ്ടി അധികം സമയമൊന്നും എടുത്തിട്ടില്ല. എനിക്ക് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക്, ഞാൻ ചെടി വെച്ച് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ 2.5 വർഷത്തിന് മുകളിലായ പ്ലാന്റാണിത്. ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോഴത്തേക്ക് 5 വർഷം എടുക്കും കായ്ക്കാന്നൊക്കെയാണ് കണ്ടത്. ശരിക്കും അങ്ങനെയൊന്നുമില്ല. എനിക്ക് നേരത്തെ തന്നെ കായ്ച്ചതാണ്. 1 വർഷം 1.5 വർഷം ആയപ്പോൾ തന്നെ കായ്ച്ചു തുടങ്ങിയതാണ്. ചെറിയ തൈ വാങ്ങിച്ച് വെച്ചതാണ്. ആദ്യം ചെറിയ ഗ്രോ ബാഗിലാണ് വെച്ചിരുന്നത്. ഇപ്പോൾ വലിയ ഗ്രോ ബാഗിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഹാർവെസ്റ്റ് കാണിക്കാമേ. എടുക്കാൻ പോവുകയാണ്. എനിക്കിപ്പോൾ 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഈ സീസണിൽ ആദ്യമായിട്ട് 4 എണ്ണമാണ് പിടിച്ചത്. പിന്നെ നിറയെ പൂക്കളുണ്ട്. പിന്നെ ചെറിയ കായ്കൾ നിൽക്കുന്നുണ്ട്. അതെല്ലാം കാണിച്ചു തരാം. 4 എണ്ണം ഉണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാൻ ഒരു പുളിയും മധുരവും കൂടെ കലർന്നൊരു ടാർട്ട് ടേസ്റ്റ് എന്നൊക്കെ പറയൂലേ, ഒരു പുളി ചേർന്ന മധുരം, ആ ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. പക്ഷേ ഇതിൻ്റെ പിന്നെ കാണാനുള്ള ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഷൈനിങ് ആയിട്ട് നല്ല ചുവപ്പ് കളറിലായിട്ടാവും. ആദ്യം പച്ചയായിരിക്കും, പിന്നെ ഒരു ലൈറ്റ് ഓറഞ്ച് വരും, പിന്നെ ഡാർക്ക് ഓറഞ്ച്, പിന്നെ ചുവപ്പ്. അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റേജസ്. കണ്ടോ, ചെറിയ കായ്കൾ നിൽക്കുന്നുണ്ടോ? ചെറിയ കായ്കളുണ്ട്. പിന്നെ പർപ്പിൾ കളറിലെ ഫ്ലവേഴ്സാണുള്ളത്. ഇതിന് ഒരു ഫ്രൂട്ടിൽ തന്നെ 3 കുരുകളുണ്ടാവും കേട്ടോ. കാണിച്ചു തരാം. ഫ്രൂട്ടിൻ്റെ അകം എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ചെടി കണ്ടോ ഇതിൻ്റെ സ്റ്റെം ഉണ്ടോ? 2 വർഷമായ പ്ലാന്റാണിത്. പക്ഷെ അധികം ഹൈറ്റിൽ പോയിട്ടില്ല. ഞാനിപ്പോൾ ഇത് ഒരു തിട്ടയുടെ പുറത്താണ് വെച്ചേക്കുന്നത്. എന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. നല്ല വെയിലുള്ള ടെറസിലാണ് ഇരിക്കുന്നത്. മാസത്തിലൊരിക്കൽ വളം ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ആദ്യം മണ്ണ് എടുക്കുമ്പോഴത്തേക്ക് നല്ല ചാണകപ്പൊടി, കമ്പോസ്റ്റ് ഇതെല്ലാം മിക്സ് ചെയ്ത് നല്ല മണ്ണ് തന്നെ എടുക്കുക. അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് വേരൊക്കെ ഓടിയിട്ട് നന്നായിട്ട് ചെടി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും. അധികം പെസ്റ്റൊന്നും ഞാൻ ഇതിൽ കണ്ടിട്ടില്ല. പിന്നെ ഇടയ്ക്ക് നീം ഓയിൽ ഞാൻ എല്ലാ ചെടികൾക്കും അടിക്കുന്ന സമയത്ത് ഇതിനും അടിച്ചു കൊടുക്കാറുണ്ട്. അത് തന്നെയാണ് ചെയ്യുന്നത്. അത് പിന്നെ ആ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ചയിലൊരിക്കലോ ചെയ്താൽ മതി. ഇതിൻ്റെ പൂവുണ്ടോ? പർപ്പിൾ കളറിലെ പൂക്കൾ. പിന്നെ പെട്ടെന്ന് തന്നെ വലുതായി കിട്ടും കേട്ടോ. ഒരുപാട് നാളൊന്നും എടുക്കില്ല. 1 മാസത്തിനകത്ത് തന്നെ ഈ ചെറിയ കായിൽ നിന്ന് വലിയ കായ്കളായിട്ട് കിട്ടും. ഇതിൻ്റെ തൈ ഞാൻ വാങ്ങിച്ചാൽ നട്ടത്. ഇതിൻ്റെ ചെറിയ ബ്രാഞ്ചസിൽ നിന്ന് നമുക്ക് ലെയർ ചെയ്തോ അല്ലെങ്കിൽ വേര് പിടിപ്പിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ തൈ വാങ്ങിച്ച് നടുകയാണ് ചെയ്തത്. പിന്നെ കുരു ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ കുരുവിൽ നിന്നും വിത്തിട്ട് കിളിപ്പിക്കാം. 3 കുരുകളുണ്ടാവും ഒരു ഫ്രൂട്ടിൽ തന്നെ. പിന്നെ ചാണകപ്പൊടിയൊക്കെ ഇടയ്ക്ക് നന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് കായ്ക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വീഴുന്ന ഇലകളൊക്കെ തന്നെ ഞാൻ ഇതിൻ്റെ മുകളിലെടുത്ത് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ മോയ്സ്ചറും അതേപോലെ തന്നെ നിൽക്കും. കൂടുതൽ വളവും കിട്ടും ചെടിക്ക്. എല്ലാ ചെടികൾക്കും അങ്ങനെ ചെയ്യാം കേട്ടോ. അതൊരു നല്ലൊരു ടിപ്പാണ്. ഞാൻ നേരത്തെ ഇതിനു മുന്നേ പറഞ്ഞിട്ടില്ല. ഫ്രൂട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് കഴിക്കുന്നത് കാണിക്കാം. എൻ്റെ മോള് ടേസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അവള് കുറച്ച് റെഡ് കുറഞ്ഞ ഒരു ഫ്രൂട്ടാണ് എടുത്തേക്കുന്നത്. ചെറിയ പുളി കലർന്ന നല്ല ജ്യൂസിയാണ്. അകത്ത് നല്ല ഒരു ഓറഞ്ച് കലർന്ന കളറായിരിക്കും. നല്ല ജ്യൂസിയാണ്. പുളി കലർന്ന ഒരു മധുരം, ചെറിയ മധുരം, പുളി. ഇതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ നല്ല ന്യൂട്രീഷ്യസ് കണ്ടൻറ്റ് കൂടിയതാണ്. ഓറഞ്ചിൽ തന്നെ വൈറ്റമിൻ സി കൂടുതലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ നിന്നും 100 ഇരട്ടി വരെ വൈറ്റമിൻ സി ഇതിനുണ്ടാവുമെന്നാണ് പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ അയൺ, ബാക്കി ആൻറ്റി ഓക്സിഡൻറ്റ്, മിനറൽസ്, ഇതെല്ലാം നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് വീട്ടിൽ വെച്ച് വളർത്തിയാലും നല്ലതല്ലേ.
പിന്നെ ഇത് ചെടി നിൽക്കുന്ന കാണാനും നല്ല രസമാണ് കേട്ടോ. റെഡ് ഫ്രൂട്ട്സ് പിടിച്ച് നിൽക്കുന്ന കാണാനും അതിൽ പൂക്കൾ വരുന്നത് കാണാനും ഒക്കെ രസമാണ്. അപ്പം ഡെക്കറേറ്റീവ് പർപ്പസിന് വേണമെങ്കിൽ നമുക്ക് ഇത് നട്ട് വളർത്താം. പിന്നെ പിന്നെ ഇതിൻ്റെ ഫ്ലഷ് കണ്ടോ, ഓറഞ്ച് കളറിലെ ഫ്ലഷാണ് ഉണ്ടാകുന്നത്. നല്ല പഴുക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാകുന്നത്. പിന്നെ ഇതിന് ഒരു 3 കുരു ഉണ്ടായിരിക്കും. ഈ ഫ്രൂട്ട് വേറെ എന്തെങ്കിലും പേരുണ്ടോ, മലയാളത്തിൽ വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിത് ഇങ്ങനെ വാങ്ങിച്ച് നട്ടു. വെസ്റ്റ് ഇന്ത്യൻ ചെറി അല്ലെങ്കിൽ ബർബഡോസ് ചെറി എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത്. എന്തായാലും എനിക്കിഷ്ടമാണ് കേട്ടോ ഫ്രൂട്ട്. അപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ ഇഷ്ടമുള്ളവർ ഇതിൻ്റെ തൈ എവിടെയെങ്കിലും നോക്കിക്കോ, നഴ്സറിയിലൊക്കെ ഉണ്ടാവുമായിരിക്കും. ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഇതിൻ്റെ കുരുവാണ് കേട്ടോ കാണിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.